കഴിഞ്ഞ വീഡിയോയിൽ കറ്റാല എങ്ങനെയാണ് പൊസിഷൻ ബേസ്ഡ് ഫുട്ബോളല്ല കളിക്കുന്നത്, ലോങ് ബോൾ കളിക്കുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ ലോങ് ബോൾ മാത്രമാണോ കളിക്കുന്നത്? അല്ല, പിറകിൽ നിന്ന് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ ബാക്കിനും ഫുൾ ബാക്സിനും ലോങ് ബോൾ കളിക്കാനുള്ള ഓപ്ഷൻ പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാത്ത രീതിയിലും പൊസിഷൻ ബേസ്ഡ് ബിൽഡപ്പും നമുക്ക് കറ്റാലയുടെ കളിയിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പുള്ളി ബിൽഡപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ വിങ്ങിലൂടെയുള്ള സ്പേസാണ്. കൺജസ്റ്റഡ് ആയിരിക്കും, പക്ഷേ പുള്ളി ഒരു 4-5 പ്ലെയേഴ്സിനെ വിങ്ങിൽ അലൈൻ ചെയ്തിട്ട് ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കി അതിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോർട്ട് പാസ് കളിച്ചിട്ടുള്ള ബിൽഡപ്പ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയർക്ക് ബോൾ വരുമ്പോൾ മറ്റ് പ്ലെയേഴ്സ് സ്പേസിലേക്ക് ഓടി വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഈ കേസിൽ ലെഫ്റ്റിലൂടെ പ്രോഗ്രസ് ചെയ്യാൻ നോക്കി, പക്ഷേ നടന്നില്ല. റൈറ്റിലൂടെ കൊന്നു പോയിട്ട് വീണ്ടും ലെഫ്റ്റിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് അതിന് വേണ്ടി നമുക്ക് അലൈൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ഒരു പ്ലെയർ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ബാക്കി പ്ലെയേഴ്സ് സ്പേസ് ഫ്രണ്ടിൽ വെച്ചിട്ട് അവിടേക്ക് ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ബോൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗിവ് ആൻഡ് ഗോയുള്ള ഓപ്ഷൻ ആ പ്ലെയർ നടത്തണം. റൺ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ത്രൂ ബോൾ കൊടുത്ത് ഇവിടെ ആ പ്ലെയർ റിലീസ് ചെയ്യുന്നു. പക്ഷേ അതിനുള്ള ഒരു ബോൾ കൺട്രോൾ പുള്ളിക്ക് പറ്റിയില്ല. അപ്പോൾ വീണ്ടും ബോൾ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. പ്ലെയേഴ്സ് സ്പേസിൽ ഒക്യുപ്പ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. ബോൾ റിസീവ് ചെയ്തിട്ട് വീണ്ടും കളിക്കണം. അപ്പോൾ ഒരു പ്ലെയർക്ക് ബോൾ കിട്ടുമ്പോൾ മറ്റു പ്ലെയേഴ്സ് നമുക്ക് റണ്ണ് മേക്ക് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു പാത്ത് ചൂസ് ചെയ്യാതെ വിങ്ങറിലേക്ക് ബോൾ കൊടുക്കണം. വീണ്ടും വിങ്ങിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഫുൾ ബാക്ക് റണ്ണ് മേക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആ പ്ലെയർ അവിടെ റിലീസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഫുൾ ബാക്ക് ഇഷ്ടം പോലെ സ്പേസിൽ ബോൾ ബോക്സിലേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് രണ്ട് നമ്മുടെ സ്ട്രൈക്കറും ഓപ്പോസിഷൻ വിങ്ങറും അവൈലബിളാണ്. ഇങ്ങനെ നല്ല രീതിയിൽ എന്താണ് വിങ്ങിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്ത് നമുക്ക് കറ്റാലയുടെ സൈഡിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സെൻറ്ററിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യുന്നത് വളരെ കുറവാണ്. പ്രധാനമായിട്ടും പുള്ളി വിങ്ങിലൂടെ തന്നെയാണ് ലാസ്റ്റ് സീസൺ ബോൾ പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത്. വീണ്ടും വിങ്ങിലൂടെയുള്ള ഒരു ബിൽഡപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ബോൾ റിക്കവർ ചെയ്തതിന് ശേഷം ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഒരു പ്ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഒരു 4-4 അല്ലെങ്കിൽ ഒരു 4-3 സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ പാസ് ചെയ്തിട്ട് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ടാണ് കറ്റാലയുടെ ലാസ്റ്റ് ഇയർ ടീമിന് സാധിച്ചിട്ടുണ്ട്. ഈ ടൈമിൽ ഇപ്പോൾ വിങ്ങർ ഒരു ക്രോസ് ഡെലിവറി ചെയ്യണം, പക്ഷെ അത് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. വീണ്ടും പിറകിൽ നിന്നുള്ളൊരു ബിൽഡപ്പ് കാണാം. ഫുൾ ബാക്ക് ബോൾ ക്യാരി ചെയ്ത് പോകണം. പുള്ളിക്ക് പാസിങ്ങിനായിട്ട് അലൈൻ ചെയ്ത് മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ആൾ ബോൾ റിസീവ് ചെയ്തു. അതിന് ശേഷം സ്ട്രൈക്കർക്ക് മനസ്സിലായി ക്രോസ് വരാനുള്ള പോക്കാണ്. അപ്പോൾ സ്ട്രൈക്കർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് പോകണം. വീണ്ടും ഒരു അവിടെ 3-4 പേര് വിങ്ങിൽ മാത്രം അലൈൻ ചെയ്തിട്ട് ബോൾ പാസ് ചെയ്തിട്ട് ഇങ്ങനെ കൺജസ്റ്റഡ് സ്പേസ് ആണെങ്കിൽ കൂടി വിങ് സ്വിച്ച് ചെയ്ത് ആ വിങ് കൂടി തന്നെ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊരു സേഫ് ആയിട്ടുള്ള അപ്രോച്ചാണ്. ബോൾ നമ്മൾ ലൂസ് ചെയ്യണമെങ്കിൽ തന്നെ അത് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കേസിലും വളരെ കൺജസ്റ്റഡ് സ്പേസിൽ കൂടെയാണ് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെ ബോൾ പ്രോഗ്രസ് ചെയ്ത് വിങ്ങിലൂടെ പോകുമ്പോൾ ക്രോസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്രോസിലൂടെ ആയിരിക്കും മിക്കവാറും ഫൈനൽ ഡെലിവറി ബോക്സിലേക്ക് എത്തുക. അങ്ങനെ ബോക്സിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് സെൻറ്റർ ഫോർവേഡ്, സെക്കൻഡ് സ്ട്രൈക്കർ, ഓപ്പോസിറ്റ് സൈഡ് വിങ്ങർ എന്നൊരു ബോക്സിലേക്ക് എത്തുന്നത് നമ്മൾ കാണാനായിട്ടുണ്ട്. കുറേ ചാൻസ് അല്ലെങ്കിൽ ഗോളുകൾ കറ്റാല ലാസ്റ്റ് സീസൺ ഇങ്ങനെ ക്രോസിലൂടെ നേടിയിട്ടുണ്ട്. ഇവിടെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. ഈ ഓപ്പോസിഷൻ വിങ്ങറും സെക്കൻഡ് സ്ട്രൈക്കറും കൂടാതെ പലപ്പോഴും ചിലപ്പോൾ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലെയറും ഇതുപോലെ ക്രോസിൽ ലേറ്റായിട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ ഈ ഗോൾ അടിക്കുന്ന ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലെയറാണ്. എന്തായാലും ക്രോസ് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു ലാസ്റ്റ് സീസണിൽ കറ്റാലെ സംബന്ധിച്ച്. അതിന് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നറിയില്ല, പക്ഷേ ആ ഒരു രീതിയിൽ ഇഷ്ടംപോലെ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സീസൺ നമ്മൾ കളി കാണുമ്പോൾ മനസ്സിലാവും. PGNസും പുറത്തു കൂടെ പോയി. ഇനി ഡിഫെൻഡിങ്ങിലേക്ക് വരുമ്പോൾ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. പുള്ളി നല്ല രീതിയിൽ പ്രസ്സിങ്ങിനെ ബിലീവ് ചെയ്യുന്നൊരു കോച്ചാണ്. അപ്പോൾ ഹൈ പ്രസ് ചെയ്തിട്ട് ഓപ്പോസിഷൻ ടീമിൻ്റെ കാലിൽ നിന്ന് ബോൾ എടുക്കാനായിട്ട് പുള്ളി ടീം ശ്രമിക്കാറുണ്ട്. പ്രസ് ചെയ്യാത്ത സന്ദർഭങ്ങളും ഉണ്ട്, പക്ഷേ ഭൂരിഭാഗം കളികളിലും പ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. പ്രസ് ചെയ്യുന്ന പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പുള്ളി പ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കളിപ്പിച്ച് കണ്ടിട്ടുള്ളത്. ഈ കേസിൽ ഓപ്പോസിഷൻ ടീം പ്ലെയേഴ്സ് ബോൾ പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, പക്ഷേ മിഡ്ഫീൽഡ് കൈൻഡ് ഓഫ് ബ്ലോക്ക്ഡ് ആണ്. പക്ഷേ പ്രസ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ ഒരു ഏതെങ്കിലും ട്രിഗർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസ് ചെയ്യാന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഓപ്പോസിഷൻ ടീമിന് ഒരു ഗ്യാപ്പ് ഫോർവേഡ് ബോൾ കിട്ടുന്നില്ല, എല്ലാ ആംഗിൾസും കവർ ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഇവരിങ്ങനെ വിങ് സ്വിച്ച് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് കറക്റ്റായിട്ട് ഒരു പ്രസ്സിങ്ങിന് ഓപ്ഷൻ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഫുൾ ബാക്കിനൊക്കെ പോകുമ്പോഴാണ് പരമാവധി പ്രസ് ട്രിഗർ ചെയ്യുന്നത്. ഇപ്പോൾ ഫുൾ ബാക്കിൽ പോയി പ്രസ് ചെയ്ത് ഫുൾ ബാക്കിന് വേറെ ഓപ്ഷൻ ഇല്ല, ലോങ് ബോൾ കളിക്കുക. അപ്പോൾ ലോങ് ബോൾ ചെയ്തിട്ട് കളിച്ചിട്ട് നമുക്ക് ബോൾ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ സിമിലർലി പ്രസ് ചെയ്ത് ബോൾ റിക്കവർ ചെയ്യുന്ന കേസസും ഇഷ്ടം പോലെ ഉണ്ട്. ഈ കേസിൽ ബിൽഡപ്പ് ചെയ്യുമ്പോൾ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലെയർ വരുന്നു, പിറകു തിരിഞ്ഞാൽ ബോൾ റിസീവ് ചെയ്യണം. അപ്പോൾ ഒരു ചാൻസാണ് പുള്ളിക്ക്, അധികം വിഷൻ ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ കറക്റ്റായിട്ട് ബോൾ ജഡ്ജ് ചെയ്ത ആ പ്ലെയർ ബോൾ റിസീവ് ചെയ്യണം. പക്ഷേ ഇത് ചാൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
കറ്റാലയുടെ മറ്റൊരു നല്ല ചാൻസ് ക്രിയേഷനാണ് പ്രസ് ചെയ്തിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഗോൾ കീപ്പറെ നേരിട്ട് പ്രസ് ചെയ്തിട്ട് ബോൾ റിക്കവർ ചെയ്യുന്നത്. ഇത് നമുക്ക് ഇവിടെ വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു രീതിയാണ്. നല്ല രീതിയിലൊക്കെ പ്രസ് ചെയ്യുന്ന പ്ലേയേഴ്സ് നമുക്കുണ്ട്. ഇനി പ്രസ് മാത്രമല്ല ചെയ്യുക, പലപ്പോഴും മിഡിൽ ഓപ്പോസിഷൻ പ്രോഗ്രസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ടീമിനെ അലൈൻ ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഫ്രണ്ടിൽ പോകുന്ന പ്ലെയർ എക്സ്റ്റെൻസീവ്ലി പ്രസ് ചെയ്യുന്നൊരു പ്ലെയറല്ല, പുള്ളി മാത്രം ഒന്ന് ഫ്രണ്ടിൽ പ്രസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് സ്ട്രൈക്കർ ഓപ്പോസിഷൻ DM-നെ മാർക്ക് ചെയ്ത് നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. ബാക്കി പ്ലെയേഴ്സ് 2 banks of 4 ആയിട്ട് പ്രോപ്പർലി മിഡിലെ പാസിങ് ഓപ്ഷൻസൊക്കെ കട്ട് ചെയ്ത് നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്പോസിഷൻ പ്ലെയേഴ്സിന് ബോൾ ഒരു മിഡിലൂടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റാതെ അവരിപ്പോൾ ബോൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റൊരു ചാൻസ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഒരു പ്രസ് ഇട്ടുകയും ഇപ്പോൾ ഈ കേസിൽ പൊസിഷൻ ഗോൾ കീപ്പർ ബോൾ ക്ലിയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണ്. ബോൾ പുറത്തേക്ക് പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഇനി ഡ്യുവലിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. പ്രോപ്പറായിട്ട് ഡ്യുവൽ വിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കറ്റാലയുടെ കേസിൽ. അപ്പം അങ്ങനെയാണ് ബോൾ റിക്കവർ ചെയ്യുന്നത്. വീണ്ടും ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ ഈ കേസിലും മിഡിൽ പ്രോപ്പർലി ടീമിനെ അലൈൻ ചെയ്യണം. അപ്പോൾ നോക്കാം, ഓപ്പോസിഷൻ DM-നെ ഒരു സമയം ഒരു പ്ലെയർ മാർക്ക് ചെയ്യും, മറ്റേ പ്ലെയർ ജസ്റ്റ് ആ ബോളിൻ്റെ നേരെ അലൈൻ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവർക്ക് പാസിങ് ഓപ്ഷൻ കറക്റ്റ് കിട്ടാതിരിക്കും, ഒരു ബോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ പ്ലെയർ പ്രസ് ചെയ്യുമ്പോൾ ആ ടീം ബോൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ബോൾ കിട്ടണം. വീണ്ടും ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഈ കേസിലും ഓപ്പോസിഷൻ സെൻട്രൽ മിഡ്ഫീൽഡ് പ്ലെയറെ രണ്ടുപേരും കൂടി മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ബോൾ കിട്ടുന്ന സമയത്ത് കൗണ്ടർ അറ്റാക്ക് നമുക്ക് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് അറ്റാക്കും കൂടിയാണ് കറ്റാലയുടെ ടീമിൽ. ഈ ട്രാൻസിഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഭയങ്കര ഡിഫെൻസീവായിട്ടും കറ്റാലയുടെ ടീമിനെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു കളി 6-ാം മിനിറ്റ് കണ്ട് ഗോൾ അടിച്ചിട്ട് ബാക്കി 84 മിനിറ്റും ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കോച്ചല്ല. ഇഷ്ടംപോലെ കളികൾ ഇതേപോലെ വളരെ ലോ പൊസിഷൻ വെച്ചിട്ട് പുള്ളി കളിച്ച് ജയിച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിഫൻസിനെ ഭയങ്കരധികം ശ്രദ്ധിക്കുന്നൊരു കോച്ചാണ്. ഡിഫൻസീവ് ഓർഗനൈസേഷൻ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ട് അധികം ഓപ്പൺ ആവാതാണ് അറ്റാക്ക് പുള്ളി പ്ലാൻ ചെയ്യുന്നത്. കുറേ ചാലഞ്ചസ് പുള്ളിക്ക് ഇന്ത്യയിലുണ്ടാവും. ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ കാര്യം, ഫോറിൻ പ്ലെയേഴ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെ പുള്ളി മാനേജ് ചെയ്യുന്നത് സൂപ്പർ കപ്പ് കാണുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ശരി, ബൈ.